ഇവിടെ ഇരിക്കാനോ ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം തിരക്കുകളുള്ള ദിവസമാണ്. നിങ്ങൾക്ക് അതിലേയും തിരക്കുകൾ ഉള്ള മനുഷ്യരാണ്. എല്ലാവരും ഒരുമിച്ച് വരുവാനും പരിശുദ്ധ അമ്മയുടെയും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി വളർന്നു വരുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്ന സഹോദരന്മാർക്ക് പ്രത്യേക ആശംസകൾ. ഇന്ന് തിരുസഭ നിങ്ങൾക്കറിയാവുന്നതല്ലേ, വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ വലിയൊരു ഉൾക്കാഴ്ച എന്ന നിലയിൽ കിട്ടിയ ഒരു ധ്യാന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അദ്ദേഹം കിടന്നു ഉറങ്ങുന്ന സമയത്ത് ചില അവസരങ്ങളിൽ എഴുന്നേൽക്കാനായിട്ട് ഇടവരുമ്പോൾ തൻ്റെ പ്രിയ മാതാവ് മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ അമ്മയോട് ഔസേപിതാവിനോടും പ്രാർത്ഥിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തിയ ഒരു സംഭവമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. പിന്നീടുള്ള ജീവിതകാലത്ത് അദ്ദേഹം പറയുന്നു, എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്, പ്രാർത്ഥനയുടെ വില പഠിപ്പിച്ചത് അമ്മയിലേക്ക്, പരിശുദ്ധ അമ്മയിലേക്ക് എന്നെ ക്ഷണിച്ചതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ്. ആ അമ്മയുടെ വാക്കുകൾ പിഞ്ചെന്ന്, അമ്മയുടെ മാതൃക എന്നും എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്. പ്രിയ സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എപ്രകാരമാണ് പരിശുദ്ധ അമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വന്തം അമ്മയിലൂടെ സ്വാധീനം ചെലുത്തിയത്, എപ്രകാരമാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിൽ വരെ എത്തിക്കാനായിട്ട് തൻ്റെ പ്രാർത്ഥന ചൈതന്യം, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം അദ്ദേഹത്തെ സഹായിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നതായിരിക്കും. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ഉത്ഭവ ഭാവമില്ലാതെ എപ്രകാരമാണ് പരിശുദ്ധ അമ്മയെ ഈശോയുടെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം അനുവദിച്ച് എന്നത് ഒരു നല്ല ചിന്താ ശകലമാണ്. തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. മോശ എരിയുന്ന മുൾപടർപ്പുമായിട്ടുള്ള സാദൃശ്യം. മുൾപടർപ്പ് തീ കത്തുന്നുണ്ടെങ്കിൽ തന്നെയും അത് നശിച്ചു പോകുന്നില്ല. ആ ആളിക്കത്തുന്ന തീയോട് മനുഷ്യ ജീവിതത്തെ സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. എപ്രകാരമാണ് പരിശുദ്ധ അമ്മയെ ദൈവം ഉത്ഭവ പാപത്തിൽ നിന്നും തൻ്റെ ഈശോയുടെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് അനുവദിച്ചത്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഈശോയെ അമ്മ ഉദരത്തിൽ വഹിക്കാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാദികാലം മുതലേ തിരഞ്ഞെടുത്ത അമ്മ തന്നെയാണ്. അമ്മയെ നമ്മളും ഒപ്പം മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം എപ്പോഴും വഹിക്കുന്ന അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ. ഒപ്പം തന്നെ ഈശോയെയും കൂടി ചേർത്ത് പിടിക്കുവാനുള്ള ഒരു സന്മനസ് നമുക്ക് ഉണ്ടാകും. പല പാപങ്ങളാലും നമ്മളും മലീനസം ആകും. പരിശുദ്ധ അമ്മയെ എപ്രകാരമാണ് ദൈവം തൻ്റെ പാപങ്ങളിൽ നിന്ന് മാറ്റി ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുക്കി ഈ ലോകത്തിനും നമുക്കൊക്കെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നൽകിയത്. അപ്രകാരം നമ്മളെയും നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടും പലപ്പോഴും പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നമ്മളും ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് ഇടവന്ന അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക. ഈ 2025 പ്രത്യേകമായിട്ട് പല കാര്യങ്ങളിലും നമ്മൾ വലിയ പ്രതിജ്ഞ എടുക്കുന്നുണ്ടെങ്കിലും ഒറ്റ പ്രതിജ്ഞ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇന്ന് ചാവറയച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിലാപമായിരുന്നു ഇത്രയേറെ വലിയ ഒരു സഭയായിട്ടുള്ള സീറോ മലബാർ സഭയിൽ നിന്ന് ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധയോ ഇല്ലല്ലോ എന്നുള്ള വലിയ വേദനയാണ് അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കിയത്. അങ്ങനെയുള്ള ഒരു വലിയ അഭിവാഞ്ച അല്ലെങ്കിൽ ഒരു ആഗ്രഹം, എനിക്കും ഒരു വിശുദ്ധനാകണം, കേരള സഭയിൽ ഒരു വിശുദ്ധൻ ഉയർന്നു വരണം എന്നുള്ള വലിയ ചിന്തയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയും തൻ്റെ സ്വന്തം അമ്മയുടെ മാതൃക വഴിയായിട്ട് അദ്ദേഹം പരിശ്രമിച്ചതിൻ്റെ വലിയ ഫലമാണ് ഇന്ന് നമുക്ക് വിശുദ്ധ ചാവറയച്ചൻ എന്ന ആ വിശുദ്ധനെ കേരള സഭയ്ക്ക് ലഭിച്ചത്.
നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒത്തിരിയേറെ പോരായ്മകളുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. എപ്രകാരമാണ് ദൈവം പരിശുദ്ധ അമ്മയെ തൻ്റെ പ്രിയസുതന് പാർക്കാനും ഒപ്പം തന്നെ ഗർഭം ധരിക്കുവാനുള്ള യോഗ്യതയുള്ള ഒരു അമ്മയാക്കി തീർത്തത്, അപ്രകാരം ഞങ്ങളെയും അങ്ങനെയുള്ള യോഗ്യതരാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിനം വിശുദ്ധ ബലിയിലും വിശുദ്ധ കുർബാന സ്വീകരണത്തിലും ഉൾക്കൊള്ളുന്ന ഈ വിശുദ്ധ കുർബാനകളിലും ഒപ്പം തന്നെ സ്വീകരിക്കുന്ന വിശുദ്ധ കുംഭസാരത്തിലും ഒക്കെ അനുദിനം നമ്മൾ നവീകരിക്കപ്പെടുവാൻ, ഈശോയിൽ നവീകരിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെല്ലാവരെയും ശക്തരാക്കട്ടെ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനയോപൂർവം ഈ അവസരത്തിൽ നേർന്നുകൊള്ളും. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.